ഹേ എവരി വൺ, എനിക്ക് യൂറോ യൂസിൽ നല്ലൊരു സെൽ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി വീക്കിലായിരുന്നു അനലൈസ് ചെറുതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വീക്കിലി അനലൈസ് നോക്കുമ്പോൾ ഓവറോൾ മാർക്കറ്റ് ബിയറിഷിലോട്ട് ആയിട്ടുണ്ട്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ മാർക്കറ്റ് മേജറായിട്ടുള്ളൊരു ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ എന്തായാലും മാർക്കറ്റ് കാണുമെന്ന്. അപ്പോൾ ഇവിടെ നോക്കിയാൽ വീക്കിൽ ആ മാർക്കറ്റ് ഹൈ എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴെ നല്ലൊരു മൂവ്മെൻറ്റ് വന്നു. അപ്പോൾ മാർക്കറ്റ് മേജറായിട്ട് താഴത്ത് നല്ലൊരു ലോ എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ആ ലോ വരെ നമുക്കൊരു ബിയർ ട്രെൻഡ് ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബിയർ ട്രെൻഡ് ആയിരുന്നു. സോ അതിനുശേഷം ഡേയിലോട്ട് സ്വിച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് നല്ല രീതിക്ക് തന്നെ കാണാമായിരുന്നു. മാർക്കറ്റ് നല്ലൊരു MSS ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ട്രെൻഡ് ലൈൻ തന്നെ ഫോം ആയിട്ടുണ്ട് ഡേ ടൈം ഫ്രെയിമിൽ. സോ ആ ഒരു ട്രെൻഡ് ലൈൻ ഫുള്ള് ക്ലിയർ ആക്കേണ്ട കാര്യം മാർക്കറ്റിന് അവിടെ ഉണ്ട്. സോ മാർക്കറ്റ് ഒരു MSS ക്രിയേറ്റ് ചെയ്ത് ബിയറിഷിലോട്ട് മൂവ്മെൻറ്റ് നടത്തുകയായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും FEGനെയൊക്കെ ടാപ്പ് ചെയ്ത് തന്നെ മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ ബിയറിഷ് മൂവ്മെൻറ്റ് ആയിരുന്നു. സോ നല്ല രീതിക്ക് തന്നെ ഞാനൊരു ബിയറിഷ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. സോ അതുകൊണ്ട് തന്നെ സെൽ എൻട്രി ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ട്രേഡിലോട്ട് കിടക്കാം. ഓക്കെ, ഞാനിവിടെ നോക്കി ഈ ഒരു എൻട്രി ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. വ്യാഴാഴ്ച ആയിരുന്നു എനിക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നത്. വ്യാഴാഴ്ച ന്യൂയോർക്കിൻ്റെ കിൽ സോണിലായിരുന്നു. അപ്പോൾ ഡേ ടൈം ഫ്രെയിമിൽ അനാലിസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഡേ ടൈം ഫ്രെയിം നോക്കും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിയറിഷാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഒരു ഓൾറെഡി 2 MSS ഇൻറ്റേർണൽ MSS ഡേ ടൈം ഫ്രെയിമിൽ തന്നിട്ടുണ്ട്. സോ നല്ലൊരു കൺഫർമേഷനാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ടാർഗറ്റ് ലിക്വിഡിറ്റി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ലോ ആയിരുന്നു എൻ്റെ ടാർഗറ്റ് ലിക്വിഡിറ്റി എന്ന് ഞാൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ലിക്വിഡിറ്റി ബേസ് ചെയ്താണ് ഞാൻ ഈ ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1 ഹവറിലോട്ട് സ്വിച്ച് ചെയ്തു. 1 ഹവറിൽ നോക്കുമ്പോൾ മാർക്കറ്റ് ഓൾറെഡി എന്താക്കി അവിടെ ഒരു FEG ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഓൾറെഡി ആ ഒരു ലോ എടുക്കണമല്ലോ. സോ മാർക്കറ്റ് ബിയറിഷ് ആണ്. സോ മാർക്കറ്റ് എന്താക്കി ഒരു ബിയറിഷ് FEG ഉണ്ടായിരുന്നു. ആ ഒരു ബിയറിഷ് FEGയിൽ ഓൾറെഡി ലണ്ടൻ ആയപ്പം ലണ്ടൻ്റെ ആ ഒരു കിൽസോണിൻ്റെ ക്ലോസിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു FEG എടുത്തു മാർക്കറ്റ്. ഓക്കെ, പക്ഷേ എൻ്റെ ടൈം അതല്ലാത്തതുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന ടൈം അതല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ന്യൂയോർക്ക് ആയതുകൊണ്ട് വെയിറ്റ് ചെയ്തു. സോ ന്യൂയോർക്ക് ആയപ്പോഴത്തേക്കും എന്താക്കി ആ ഒരു റിയാക്ഷൻ മാർക്കറ്റ് തന്നുകൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു FEG എടുത്തതിന് ശേഷം ന്യൂയോർക്ക് ആയപ്പം വരെ മാർക്കറ്റ് ഒരു നല്ലൊരു MS നിന്ന് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. സോ എൻ്റെ ഒരു എൻട്രി ടൈം ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല രീതിക്ക് തന്നെ മാർക്കറ്റ് അവിടെ ലോവർ ലോ നെക്സ്റ്റ് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാനൊരു MSSലായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു റീസെൻറ്റ് ഹൈയിലായിരുന്നു. ഇവിടെ ഞാൻ എൻട്രി എടുത്തതിന് റീസൺ എന്താ വെച്ചാൽ അവിടെ ഒരു മുകളിലൊരു FEG ഉണ്ട്. സോ കുറേ പേര് ചോദിച്ചത് എന്തുകൊണ്ടാണ് FEGന്ന് എൻട്രി എടുക്കാത്തതെന്ന്. ആ ഒരു ബ്രേക്കറിലായിരുന്നു ഞാൻ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ഫിബ് യൂസ് ചെയ്തിട്ടാണ് എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിബ് യൂസ് ചെയ്യുമ്പം ആ ഒരു 50% ഏരിയ വരുന്ന ആ ഒരു ബ്രേക്കറിലായിരുന്നു. സോ ഇത്രയും നല്ലൊരു ഡൗൺഫോൾ ആയതുകൊണ്ട് തന്നെ മേ ബി മാർക്കറ്റ് ആ ഒരു 50 ഏരിയ ടാപ്പ് ചെയ്ത പാടെ തന്നെ താഴോട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ആ 50 ഏരിയയുള്ള ഡിമാൻഡ് സോണാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു ബ്രേക്കറായിരുന്നു. സോ ആ ഒരു ബ്രേക്കറിലാണ് എൻട്രി. ആ ഒരു ഹൈ വരെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. എൻ്റെ ടാർഗറ്റ് ഞാൻ ആദ്യം ഫിക്സ് ചെയ്തിരുന്ന ആ ഒരു എന്താ പറയുക, ഞാൻ ആ വീക്കിൻ്റെ ലോ വരെയായിരുന്നു ഞാൻ ആ എക്സ്ട്രീം വരെ പോകാൻ വിചാരിച്ച ആ ലോ വരെയായിരുന്നു ഞാൻ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ട്രയൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ട്രയൽ ചെയ്യാൻ എനിക്ക് ഞാൻ ചില റീസൺ കൊണ്ട് ഞാൻ ട്രയൽ ചെയ്തില്ല. ഞാൻ ആ 1:2 സംതിങ് തന്നെ ഇറങ്ങുകയായിരുന്നു. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ മാർക്കറ്റ് 1:4.5 വരെ മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ അതൊന്നും ഒരിക്കലും അഫക്റ്റ് ചെയ്തിട്ടില്ല. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്ലാനുണ്ട്, എനിക്കൊരു ഡിസിപ്ലിനായിട്ടുള്ള ട്രേഡ് രീതിയുണ്ട്. സോ ഞാനത് ഫോളോ ചെയ്ത് തന്നെയാണ് ഈ ഒരു ട്രേഡ് എടുത്തതും എൻഡ് ചെയ്തതും. സോ ഞാനത് ഹാപ്പി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ട്രേഡിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആ ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ബ്രേക്ക് ഡൗൺ വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ലേണിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് മിസ്സാകാണ്ടിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്ത് വെച്ചേക്കുക. വീണ്ടും കാണുന്നത് വരെ ബൈ.